എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആത്മഹത്യ പ്രതിരോധ ദിനമാണ് കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ ആത്മഹത്യ ചെയ്യാൻ തോന്നിയേക്കാം. അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് വിലപിടിച്ചതാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വയലാർ ചോദിച്ചിരുന്നല്ലോ. ഞാനത് പറയാൻ കാരണം പ്രത്യേകിച്ചും രണ്ടുപേരെ ഉദ്ദേശിച്ചാണ് കേട്ടോ. ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് രാഹുൽ ഗാന്ധി. ഈ രണ്ടുപേരും ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട ചില സന്ദർഭങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അങ്ങനെയാണല്ലോ, ഈ നാണം കെട്ട് ജീവിച്ചിരിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാകുകയാണ് എന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രണ്ടുപേര് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ആത്മഹത്യ പാപമാണ്, ചെയ്യരുത്. ഇനി എന്താണ് അതിനുള്ള കാരണം എന്നല്ലേ, അത് നമുക്ക് പറയാം, തിരക്ക് കൂട്ടല്ല. ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, ഇന്ന് പത്രങ്ങളിലെ ഗംഭീര പത്രം എന്ന് പറയുന്നത് മനോരമ തന്നെയാണ് കേട്ടോ. മാതൃഭൂമി ഇന്ന് തീരെ പോരാ. മാധ്യമത്തിന് ഈ ഖത്തറില് ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ, ഖത്തറിലല്ല ഇസ്രായേൽ ആക്രമണം നടത്തിയത്, ഹമാസിലെ കൊടും ഭീകരരെ എന്താ പറയാ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഖത്തറില് എത്തിയ ഈ ഹമാസ് ഭീകരർക്ക് നേരെ. അതല്ലാതെ ഖത്തറിലെ ആളുകളെയൊന്നും ഇസ്രായേൽ ബോംബിട്ട് കൊന്നിട്ടൊന്നുമില്ല. ആരെയാണോ ടാർഗറ്റ് ചെയ്തത് അവരെ വകവരുത്തി. പക്ഷെ അത് ഏറ്റവും കൂടുതൽ അത് എന്താ പറയാ ഞെട്ടിപ്പിച്ചതും വേദനിപ്പിച്ചതും മാധ്യമത്തെയാണ്. അത് നമുക്ക് കാണാം. ദേശാഭിമാനിയെ പണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിച്ചിരുന്നു. പക്ഷെ ദേശാഭിമാനിക്ക് ഇപ്പം ഈ ഹമാസിനോടൊക്കെ ഉള്ള ഒരു സ്നേഹം കുറഞ്ഞു. കാരണം ഹമാസിന്റെ പേരിൽ നെഞ്ചത്തടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടുത്തെ മുസ്ലിം വിഭാഗം ഞങ്ങൾക്ക് വോട്ട് കുത്തൂല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം ഹമാസിനെ കൈവിട്ടു. ഇപ്പം അവർക്ക് വേണ്ടത് ആരെയാണ്? വെള്ളാപ്പള്ളിയുടെ തോളത്ത് കൈയിട്ടിട്ട് പിണറായി നടക്കുന്നത് കാണുമ്പോൾ ജി ശക്തിധരന്റെ ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞത് പിണറായി മറ്റേതിനെ കുറിച്ച് ചിന്തിക്കരുതെന്ന്. ഇതിനെ കുറിച്ച് വീണ്ടും പറയുന്നില്ല. അപ്പോ ആത്മഹത്യ പ്രതിരോധ ദിനത്തിൽ ആർക്കും ആത്മഹത്യ ചെയ്യാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലയാള മനോരമയുടെ ഒന്നാം പേജ്, CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി. പ്രത്യേകിച്ച് അതിശയപ്പെടാനൊന്നുമില്ല. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ CP രാധാകൃഷ്ണൻ NDAയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി. പക്ഷെ ഞെട്ടിപ്പിച്ചത് ഈ വോട്ട് ചോരി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ഉത്തരേന്ത്യയില് തേരാപ്പാര നടക്കുന്നുണ്ടല്ലോ. പപ്പുമോൻ വോട്ട് ചോരി. അവസാനം വോട്ട് ചോർന്നു. പപ്പുമോന്റെ കൂടെയുള്ള ആൾക്കാരുടെ വോട്ട് ചോർന്നു. അതാണ് സംഭവിച്ചത്. ഇത്രയും നാണം കെട്ട പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പ്രതിപക്ഷമല്ല, ഇന്ത്യ അലയൻസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പരിപാടി. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദിയെ അങ്ങോട്ടേക്ക് തേച്ചിട്ട് ഞങ്ങൾ അധികാരത്തിൽ കയറാതൊക്കെ സ്വന്തം ആൾക്കാരുടെ വോട്ട് പോലും സംരക്ഷിക്കാൻ കഴിയാതെ എന്നിട്ട് വോട്ട് ചോരി. ഇപ്പൊ പുള്ളി ഇവിടെ ഇല്ല, മുങ്ങിയതാണ് മലേഷ്യയിലേക്ക് വേറെ അങ്ങോട്ടേക്കും. അപ്പം വാർത്ത എങ്ങനെയാണ്? പ്രതീക്ഷിച്ചതിലധികം ഭൂരിപക്ഷം 152 വോട്ട്. പ്രതിപക്ഷ വോട്ടുകൾ ചോർന്നു. രാഹുൽ ഗാന്ധി വോട്ട് ചോരി. ചോർന്നു. നിങ്ങളെ വോട്ട് തന്നെ പോയി. അതായത് എതിർപ്പാളയത്തിൽ നിന്നുൾപ്പെടെ വോട്ട് നേടിയ NDA സ്ഥാനാർത്ഥിയും തമിഴ്നാട് സ്വദേശിയുമായ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് BJPയുടെ പത്രമൊന്നും അല്ല കേട്ടോ, അസൽ കോൺഗ്രസുകാരുടെ പത്രമാണ് പറയുന്നത്. പക്ഷെ മലയാള മനോരമ പരമാവധി സത്യങ്ങളൊക്കെ പറയും, എപ്പോഴും അല്ലെങ്കിലും. പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ B സുദർശൻ റെഡ്ഡിയെ 152 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇനിയാണ് രസം. വോട്ട് നില ആകെ പോൾ ചെയ്തത് 767 വോട്ട്. NDAക്ക് 452, പ്രതിപക്ഷത്തിന് 300, അസാധു 15.
ജയസാധ്യത ഇല്ലായിരുന്നുവെങ്കിലും പരമാവധി വോട്ട് നേടി കരുത്തു കാട്ടാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഫലം. പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി. വോട്ട് ചോരി, വോട്ട് ചോരി, ചോരി ചോരി ചോരി. അതായത് കേട്ടോ, YSR കോൺഗ്രസിൻ്റെത് ഉൾപ്പെടെ 439 വോട്ട് മാത്രമായിരുന്നു NDA പ്രതീക്ഷിച്ചിരുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയടക്കം ഇന്ത്യ സഖ്യം പരമാവധി 324 വോട്ടും പ്രതീക്ഷിച്ചു. ഫലം വന്നപ്പോൾ NDAക്ക് അപ്രതീക്ഷിത മുന്നേറ്റം ലഭിച്ചു. പ്രതിപക്ഷം 300 വോട്ടുകളിലേക്ക് ചുരുങ്ങി. 315 അംഗബലമെന്നും ഒറ്റക്കെട്ടായി വോട്ട് രേഖപ്പെടുത്തി എന്നുമാണ് ഫലം വരുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത് എന്തായി? പറഞ്ഞത് വെള്ളത്തില് അതുപോലെയായി. ഇനി രഹസ്യ ബാലറ്റ് ആയിരുന്നതിനാൽ പ്രതിപക്ഷത്ത് നിന്ന് കാര്യമായ വോട്ട് ചോർന്നു എന്ന് വ്യക്തം. ഏതായാലും രാഹുൽ ഗാന്ധിയെ നീറ്റായിട്ട് സഖ്യകക്ഷികൾ തന്നെ തേച്ചു. ഇനി അവിടെ നിന്നാ മതി. ഇവിടെ മലേഷ്യയിലോ ബംഗ്ലാദേശിലോ എവിടെയാണെങ്കിൽ നേപ്പാളിലോ എന്റെ രാഹുൽ ഗാന്ധി, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തോൽക്കാൻ മാത്രമായൊരു പപ്പുമോൻ. കോൺഗ്രസ്സുകാരോട് കഷ്ടം തോന്നുന്നു. അങ്ങനെ മലയാള മനോരമ അങ്ങനെയാണ് ആ വാർത്ത കൊടുക്കുന്നത്. മറ്റു വാർത്തകളിൽ ഞാൻ വരാം. നമ്മുടെ കേരള കൗമുദി പറയുന്നത് എന്താണെന്നറിയോ? CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി എന്നിട്ട് പറയുന്നു ഇന്ത്യ മുന്നണി വോട്ടുകൾ ചോർന്നെന്ന് സംശയം. കേരള കൗമുദിക്ക് സംശയമല്ല, വോട്ടുകൾ ചോർന്നു കേട്ടോ. 5 വോട്ടുകൾ അസാധുവായി. പ്രതിപക്ഷത്തെ 315 MP-മാരും ഒറ്റക്കെട്ടായി വോട്ടിട്ടു എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചിരുന്നു. എന്നാൽ രാത്രി 7:30 മണിയോടെ ഫലം വന്നപ്പോൾ ഇന്ത്യ മുന്നണി ഞെട്ടി. 315 വോട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞു. അവസാനം 300 വോട്ട് മാത്രമായി. അങ്ങനെ കേരള കൗമുദി അങ്ങനെ പറയുന്നു. മാധ്യമം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഖത്തറിൽ ഇസ്രായേൽ ഭീകര ആക്രമണം. ഇസ്രായേലിന്റെ ഭീകരാക്രമണം. ആരെയാണ് ആക്രമിച്ചത്? പാവം ഹമാസുകാരെ, വായിൽ കൈയിട്ടാക്കടിക്കാത്ത ഹമാസുകാരെ. 1400 ഇസ്രായേലിലെ പിഞ്ച് കുട്ടികളും യുവതികളും അടക്കം 1400-1500 പേരെ 2 വർഷം മുമ്പ് കഴുത്തറുത്ത് കൊന്നിട്ട് ആ മൃതദേഹത്തിൽ തുപ്പി ചവിട്ടി മെതിച്ച ഹമാസിന്റെ ഭീകരന്മാരെ. എന്ത് നല്ല ആൾക്കാരാണെന്ന് അറിയാം അവർക്ക്. ഇപ്പൊ ഇസ്രായേൽ ഭീകരരാണത്രേ. മാധ്യമം കറുപ്പില് വെളുപ്പ്. ഖത്തറിൽ ഇസ്രായേൽ ഭീകര ആക്രമണം. അതുപോട്ടെ, നമുക്ക് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി 452-300 എന്ന് പറയുന്നത് സ്വന്തം വോട്ടും പൂർണ്ണമായി കിട്ടാതെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. സ്വന്തം വോട്ട് പോലും പൂർണ്ണമായി കിട്ടാതെ ഇന്ത്യ സഖ്യം. ഇനി മാതൃഭൂമി CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി. പ്രതിപക്ഷ വോട്ടുകൾ ചോർന്നു. NDAക്ക് പ്രതീക്ഷിച്ചതിലും 14 വോട്ട് കൂടുതൽ എന്ന് മാതൃഭൂമിയും പറയുന്നു. ഇനി ഒരു പത്രം ബാക്കിയുണ്ട്. നമ്മളെ ദേശാഭിമാനി സഖാവ് പറയുന്നത് എന്താണെന്നറിയോ? CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി എന്നുള്ള വാർത്തയില് ഒരു വരി പോലും പ്രതിപക്ഷത്തിന് തിരിച്ചടിയെന്നോ പ്രതിപക്ഷത്തിന് കിട്ടേണ്ട വോട്ട് പോയിന്നോ. അപ്പം ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും തിരിയില്ല കേട്ടോ. ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തം കമ്മികൾക്ക് ഇതൊന്നും തിരിയില്ല. വാർത്ത ജസ്റ്റ് ഇങ്ങനെയാണ്. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി NDA സ്ഥാനാർത്ഥിയും മഹാരാഷ്ട്ര ഗവർണറുമായ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 452 വോട്ട് നേടിയാണ് ജയം. പ്രതിപക്ഷ സ്ഥാനാർത്ഥി റിട്ടയർഡ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ട് ലഭിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന 3ാമത്തെ വ്യക്തിയാണ് രാധാകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. അതായത് പ്രതിപക്ഷത്തിന്റെ വോട്ട് ചോർന്നിട്ടില്ല. ആരാ പറയുന്നത്? ദേശാഭിമാനിയാണ് പറയുന്നത് കേട്ടോ. അന്തംകമ്മികൾ വിശ്വസിച്ചോ? പക്ഷെ ദേശാഭിമാനിന്റെ ഈ എത്ര പറഞ്ഞാലും നന്നാവാത്ത ചില സാധനങ്ങളുണ്ട്. കഴുകിയാൽ നന്നാവാത്ത ചില സാധനങ്ങളുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മാതിരി സാധനമാണ് കേട്ടോ. അതായത് ഇപ്പറഞ്ഞ പത്രമൊന്നും പറഞ്ഞില്ലെങ്കിലും തലയില് വെളിവുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. വോട്ട് ചോരി ചോർന്നു. ഇന്ത്യ സഖ്യം വോട്ട് ചോർന്നു എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. മലയാള മനോരമയും മാതൃഭൂമിയും പോലും പറഞ്ഞു. കോൺഗ്രസിനെ അനുകൂലിക്കുന്ന, കോൺഗ്രസിനെ മൂട് താങ്ങുന്ന പത്രങ്ങൾ വരെ പറഞ്ഞു. പക്ഷേ നമ്മളെ ദേശാഭിമാനിക്കാര് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഇവന്മാര് നന്നാവാത്തതിന് കാരണം എന്താ അറിയോ? ഒരു വാർത്ത ഉണ്ട്, ഇവിടെ ഞെട്ടിപ്പോവും. ഇവിടെ പോയപ്പാ
ആ ഇതാ ഇത്ര വലിയ മണ്ടന്മാരുണ്ടല്ലോ. എന്റെ മക്കളെ കണ്ടില്ലേ, ഇതവിടെയാണേ, വലിയ അത്യാവശ്യം വലിപ്പുണ്ട്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം. ഇതാ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം. കയ്യിലിരിക്കുന്ന 15 വോട്ടുകൾ നഷ്ടപ്പെടുത്തി. വോട്ട് ചോർന്നു. NDA സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചോർന്നു. ഇത് നാട്ടിലെ മുഴുവൻ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടും ഈ പറയുന്ന ടോയ്ലറ്റ് പേപ്പർ ഉണ്ടല്ലോ, ടോയ്ലറ്റ് പേപ്പർ അവിടെ തുടയ്ക്കാൻ അതുപോലും പറ്റാത്ത ഈ സാധനം പറയാണല്ലോ. നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം നേട്ടമുണ്ടാക്കിയെന്ന്. ഇവർക്ക് ഈ കള്ളത്തരം പറഞ്ഞില്ലെങ്കിൽ ദേശാഭിമാനിക്ക് ഇവരുടെ ഈ പത്രാധിപന്മാരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് കാണുന്നു. എല്ലാ ദിവസവും കള്ളത്തരം ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഇവര്. കള്ളത്തരം ഇങ്ങനെ ഉണ്ടാക്കുക. അതായത് തോറ്റ് തൊപ്പിട്ടിട്ട് പറയാണ് ഞങ്ങളാണ് ജയിച്ചതെന്ന്. ഇതാ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ഫുൾ നിങ്ങളെ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. തൊടാൻ അറപ്പാകുന്ന ഈ സാധനം. പക്ഷെ എല്ലാ ദിവസവും ഇത് പൈസ കൊടുത്ത് ഞാൻ വാങ്ങുന്നതാണറിയോ. ഇത് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടി ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിരുന്ന ഒരു കാര്യമില്ലല്ലോ. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഈ കോപ്പിരാട്ടിയൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടാലല്ലേ ജീവിതത്തിന് ഒരു നിറം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. അപ്പൊ ഇവര് പറയുന്നത് അറിയോ, RSSന്റെയും ശ്രദ്ധിക്കണേ, RSSന്റെയും BJPയുടെയും ഉരുക്കുമുഷ്ടികളിൽ നിന്നും, എന്താണ് RSSന്റെയും BJPയുടെയും ഉരുക്കുമുഷ്ടികളിൽ നിന്നും ജനാധിപത്യത്തെയും ഭരണഘടനയെയും മോചിപ്പിക്കാനുള്ള ആശയ പോരാട്ടമായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ മാറ്റിയതിലൂടെ തോൽവിയിലും നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം. അപ്പം തോൽവിയിലും പ്രതിപക്ഷം എന്തുണ്ടാക്കിയത്രേ, നേട്ടം ഉണ്ടാക്കിയത്രേ. കാരണം എന്താണ്, BJPയുടെയും RSSന്റെയും ഉരുക്കുമുഷ്ടികൾക്കെതിരെ തോറ്റു തൊപ്പിയിട്ടു. അതിന്റെ അർത്ഥം എന്താണ്, വിജയമുണ്ടാക്കിയെന്ന്. ഇവിടെ എളുപ്പം മാനില്ല. അത് ഈ പോലീസുകാരെ, ഈ ഇടിയം പോലീസുകാരെ ഇങ്ങനെ പിരിച്ചു വിട്ടിട്ടെ ഈ ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും അവരുടെ ജീവനൊക്കെ ഒന്ന് ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഇനി വോട്ട് ചോരി എന്ന് പറഞ്ഞാണ്ട് അവിടെ ഒരു മറ്റേ പ്രാന്ത് കളിക്കുന്ന മറ്റേ പപ്പുമാന്റെ കൂടെ കൂടിയിട്ട് പപ്പുമാൻ വേറെ എങ്ങനെ പറയില്ല. പപ്പുമാന്റെ അമ്മയും പപ്പുമാന്റെ പെങ്ങളും ഒന്നും ഇമ്മാതിരി തോന്നിയ ദിവസം പറയില്ല. എല്ലാരും എന്താ പറയാ, ആകെ ഒരു ചമ്യ അവസ്ഥയിലാണ്. പക്ഷെ ഉളുപ്പമാനില്ലാത്തോ ഈ ആസനത്തിൽ ആല് മുളച്ചിട്ട് ആ ആലിന്റെ തണലിരുന്നിട്ട് പോപ്കോൺ തിന്നുന്ന സഖാക്കൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ പറയാം ഇതൊക്കെ ഗംഭീര വിജയമാണെന്ന് പറയുന്നത്. ഇനിയും തീർന്നില്ല, തമാശഞ്ഞുണ്ട്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം, പ്രചാരണം, വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിൽ പ്രതിപക്ഷത്തെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്നു. അപ്പോഴാണ് 15 വോട്ടാണ് പോയത്. ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിന്നു അത്രേ. ഭൂരിപക്ഷം ഭരണപക്ഷത്തിനായതിനാൽ NDA സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും EC വാക്ക് ഓവർ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചു. എന്തായാലും NDA ജയിക്കും, പക്ഷെ എന്നാലും ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? പ്രതിപക്ഷമാണ് ജയിച്ചത്. NDA തോറ്റുന്ന്. NDAക്ക് ഇനി പണ്ട് നമുക്കറിയാലോ, പണ്ട് പാർലമെന്റിൽ ഒരു 100 വോട്ട് പോലും തയ്ക്കാതെ ഇരുന്നിട്ടാണ് ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് ഇവര്. ഇനി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെതിരെ ഭരണഘടനയുടെ കാവലാളായിരുന്ന സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡി എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. അതാണ് CP രാധാകൃഷ്ണനെതിരെ മത്സരിപ്പിച്ചാരാണെന്ന് പറയോ, കരുത്തനായ സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ച് വോട്ടൊന്നും കിട്ടിയില്ല. അതൊന്നും പ്രശ്നമില്ലാന്ന്, വോട്ടൊന്നും വേണ്ട. പക്ഷെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്, കരുത്തനാണ്. അതുകൊണ്ട് ആരാ ജയിച്ചത്? ഞങ്ങളാണ് ജയിച്ചത്. ഞങ്ങൾ തോറ്റാലും ഞങ്ങൾ തോറ്റെന്ന് പറയില്ല, ഞങ്ങൾ ജയിച്ചെന്നേ പറയുള്ളൂ. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ മണ്ടത്തരം. ഇനി സുദർശൻ റെഡ്ഡി ഇന്ത്യ കൂട്ടായ്മയുടെ മാത്രം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അല്ല എന്നും പിന്നെയോ മുഴുവൻ പ്രതിപക്ഷത്തിന്റെയുമാണെന്നും പ്രഖ്യാപിച്ചു. ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാനാണ് തങ്ങളുടെ പോരാട്ടമെന്നും പ്രതിപക്ഷം രാജ്യത്തെ ബോധ്യപ്പെടുത്തി. കേട്ടോ. NDA ഘടകകക്ഷികളുടെ വോട്ടുകൾ ഉറപ്പാക്കാൻ BJP കടുത്ത സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചു. BJP കടുത്ത സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചു. അല്ലെങ്കിൽ NDA വോട്ട് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, 0 കിട്ടിയിരുന്നു CP രാധാകൃഷ്ണന്. പക്ഷെ BJP
BJP അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. BJP കണ്ണുരുട്ടി. BJP കണ്ണുരുട്ടില്ലെങ്കിൽ ഈ NDAക്ക് കിട്ടേണ്ട വോട്ടൊക്കെ ആർക്കാ കിട്ടുക? ഞങ്ങൾക്ക് കിട്ടുക. NDA ഘടകകക്ഷിയായ TDPയിൽ പോലും സുദർശൻ റെഡ്ഡിക്ക് അനുകൂലമായ വികാരമുണ്ടായി. വികാരം തുടിച്ചു. പക്ഷെ വോട്ടായിട്ടൊന്നുമില്ല. വികാരം എല്ലാവർക്കും ഇങ്ങനെ വികാരം ഉണ്ടായി. അത്ര വികാരമൂർച്ച. എന്നാൽ BJPയെ പേടിച്ചും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും അവർ രാധാകൃഷ്ണനെ പിന്തുണച്ചു. CP രാധാകൃഷ്ണനെ വോട്ട് ചെയ്യാൻ കാരണം എന്താണ്? BJPയെ ഇവർക്ക് പേടി. BJPയെ പേടിച്ചിട്ടാണ് ഇവർ വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ആർക്കെ വോട്ട് ചെയ്യുള്ളൂ? ഞങ്ങളെ ഇന്ത്യ സഖ്യത്തിനെ വോട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ ലോജിക്ക് മനസ്സിലായില്ലേ? അതായത് CP രാധാകൃഷ്ണന് വോട്ട് കിട്ടിയതൊക്കെ എന്തുകൊണ്ടാണ്? BJPയെ പേടിച്ചിട്ട് വോട്ട് ചെയ്തതാണ്. നരേന്ദ്രമോദി എങ്ങനെ പ്രധാനമന്ത്രിയായത്? പേടിച്ചിട്ട് വോട്ട് ചെയ്തതാണ്. സുരേഷ് ഗോപി എങ്ങനെയാ ജയിച്ചത്? പേടിച്ചിട്ട് വോട്ട് ചെയ്തതാണ്. അപ്പോ ഈ നാട്ടില് RSS BJP ഒക്കെ ജയിച്ചാൽ പേടിച്ചിട്ട് ആൾക്കാർ വോട്ട് ചെയ്തതാണ്. ഞങ്ങളാണ് ജയിച്ചത്. അപ്പൊ ഈ വിജയം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തിയിട്ടാണ് വിജയം. അതുകൊണ്ട് സഖാക്കൾ ഒരു കാര്യം, സഖാക്കളെ ദേശാഭിമാനി പറയുന്നത് ഞാൻ ഇതുവരെ വിശ്വസിച്ചെന്താ അറിയോ? നമ്മൾ ഉപരാഷ്ട്രപതിയായിട്ട് CP രാധാകൃഷ്ണനാണ് ജയിച്ചതെന്നാണ് ഈ പത്രമൊക്കെ വായിച്ച. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി, CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി, CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി, CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി. ഇമാതിരി പത്രങ്ങളൊന്നും എനിക്ക് വായിക്കരുത് കേട്ടോ. മാതൃഭൂമി, മനോരമ, കേരള കൗമുദി, മാധ്യമം, നമുക്കിത് മാത്രം വായിച്ചാൽ മതി. അപ്പോ ഈ പത്രം പറയുന്നു CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആയി. പക്ഷെ എന്തുകൊണ്ടായി? പേടിച്ചിട്ട് ആൾക്കാർ വോട്ട് ചെയ്തു. പേടിയില്ല എന്നെങ്കിൽ ആൾക്കാർ ആർക്കാ വോട്ട് ചെയ്യുക? നമ്മൻ്റെ ആൾക്ക് വോട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് ഇതിനെങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എനിക്കറിയാം. ഞാൻ തമാശാക്കിയതാ. കാരണം ചീത്തറിഞ്ഞിട്ട് മനുഷ്യന് വയ്യാണ്ടിയായി. എന്താ ചെയ്യുക? ചിരിക്കുക നമുക്ക്. അല്ലാതെ എന്ത് ചെയ്യാനാണ്? ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.